എങ്ങനെയുണ്ട്? ഹായ് ഗൈസ്, മൈൽസ് ആൻഡ് മീൽസ് വിത്ത് SRൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും രുചികരമായും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓയിൽ ഫ്രീ ആൻഡ് ഹെൽത്തി ക്രിസ്പി ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റായിട്ടും കിട്ടുന്ന ഒരു കട്ട്ലേറ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മൾ തവയിലേക്ക് ഒലിവ് ഓയിൽ കുറച്ച് സ്പ്രേ ചെയ്യുന്നു. അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ്. അത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുന്നു. അതിനുശേഷം പച്ചമുളക്, ചെറിയ പീസ് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ലേശം ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില, മല്ലിയിലയുമാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. അത് നല്ലപോലെ നമ്മൾ വഴറ്റിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ഇടുന്നത്. വളരെ ചെറിയൊരു പീസ് ജിഞ്ചറും ഒരു 2-3 ക്ലോവ്സാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എടുത്തിരിക്കുന്ന പൗഡേഴ്സ് നമ്മൾ മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതിട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത്, പിന്നെ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. സ്മാഷ്ഡ് പൊട്ടാറ്റോ ആണ്, സ്റ്റീം ചെയ്തെടുത്തതാണ്. നല്ലപോലെ സ്മാഷ് ചെയ്തതിന് ശേഷം ഈ സവോളയിലേക്ക് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊരു 250 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഞാൻ കുറച്ചുകൂടി കാശ്മീർ ചില്ലി പൗഡറും അതുപോലെ പെപ്പർ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കാൻ പാകത്തിലാണ് മസാല ഐറ്റംസ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്പൈസി ഇഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മളത് കട്ട്ലേറ്റ് വെക്കുന്നതിന് മുന്നേ നമ്മൾ എയർ ഫ്രയറിൽ പ്രീ ഹീറ്റ് ചെയ്യണം. ഞാൻ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സാണ് ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾ മസാല കൂട്ടെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ദെൻ 2 വോളഗാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മസാല നമ്മൾ ജസ്റ്റ് കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ റൗണ്ടാക്കി ഉരുട്ടിയിട്ട് 2 കൈ യൂസ് ചെയ്തിട്ട് നമ്മളത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു കട്ട്ലേറ്റിൻ്റെ റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ റൗണ്ട് ഷേപ്പ് ആയതിനു ശേഷം എഗ്ഗിൽ നമ്മൾ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എയർ ഫ്രയറിലേക്ക് വെക്കുന്നതാണ്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ട് എയർ ഫ്രയറിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലെല്ലാം സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒലിവ് ഓയിലാണ് ഞാൻ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ വെക്കുന്നത് 170-ലൊരു 30 മിനിറ്റ്സാണ് കൊടുക്കുന്നത്. 30 മിനിറ്റ്സ് പറഞ്ഞാൽ വൺ സൈഡിൽ 15 മിനിറ്റ്സും ദെൻ അതർ സൈഡ് 15 മിനിറ്റ്സാണ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഉള്ളിലും കിട്ടും, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും ആ ഒരു ടൈമിങ്ങിൽ വെച്ചാൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ വൺ സൈഡ് 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് സൈഡ് 15 മിനിറ്റ്സിൽ സെയിം സെറ്റിങ്സിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ എയർ ഫ്രൈ ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണിത്. ഈസി റെസിപ്പി കൂടിയാണ്. ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്.